നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ പിറന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിന് ഒരു പ്രത്യേകതയുണ്ട്. ആ കുട്ടിയെ ദൈവമോ മനുഷ്യനോ ഉണ്ടാക്കിയതല്ല. പിന്നെ ആരാണ് അതിന് കാരണമെന്നാൽ കമ്പ്യൂട്ടർ, AI ടെക്നോളജി. അതെ, ലോകത്തിലെ ആദ്യത്തെ AI അസിസ്റ്റന്റ് ബേബി പിറവിയെടുത്തിരിക്കുന്നു. ലോകത്തിൽ ഇതുവരെ ജനിച്ച എല്ലാവരും തന്നെ ഭാഗ്യം കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് പിറന്നു വീണത്. എന്താണെന്നാൽ നമ്മളെക്കാൾ ഫാസ്റ്റ് ആയതും നമ്മളെക്കാൾ സ്ട്രോങ് ആയതുമായ ഒരുപാട് സ്പേംസ് ഉണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം എങ്ങനെയോ മറികടന്ന് ഭാഗ്യം കൊണ്ടാണ് നമ്മളെല്ലാം ജനിച്ചു വീണത്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി ഒരു കമ്പ്യൂട്ടർ ഒരു സ്പേമിനെ ജീവനുള്ള കുട്ടിയാക്കി മാറ്റി. ആ കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വീണു. ലോകത്തിലെ ആദ്യത്തെ AI അസിസ്റ്റന്റ് ബേബി. 2025 ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോൾ ഫ്യൂച്ചറിൽ ഇനി എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇത് കംപ്ലീറ്റ്ലി ഒരു AI ബേബിയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ശരിക്കും അതല്ല സംഭവം. ഒരു മനുഷ്യ സ്ത്രീക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹെൽപ്പ് ചെയ്തു. സോ ഈ ഒരു സംഭവം നടന്നത് എവിടെയാണെന്നാൽ മെക്സിക്കോയിലെ ഒരു IVF ക്ലിനിക്കിലാണ്. IVF എന്താണെന്ന് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം. അതായത് സ്ത്രീകൾക്ക് ഗർഭിണിയാവാത്ത അവസ്ഥ വരുമ്പോൾ അവർ IVFന് സഹായം തേടും. ഈ IVF എന്താണ് ചെയ്യുന്നതെന്നാൽ ഒരാളുടെ സ്പേം എടുത്ത് മറ്റൊരു എഗ്ഗിലേക്ക് ഒരു ഡോക്ടർ അത് ഇഞ്ചക്ട് ചെയ്യും. ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത എഗ്ഗ് എടുത്ത് ആ ലേഡിയുടെ ബോഡിയിലേക്ക് വെക്കും. പിന്നീട് അത് വളർന്ന് വലുതായി ഒരു കുഞ്ഞ് ജനിക്കും. സോ ഈ ഒരു പ്രോസസ് എല്ലാം കംപ്ലീറ്റ്ലി മനുഷ്യരാണ് ചെയ്യുന്നത്. ഇതിലെ സക്സസ് റേറ്റ് ആണെങ്കിൽ വെറും 35% മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ ലോകത്ത് ഏകദേശം 1 കോടി ആളുകൾ IVFന്റെ സഹായത്തോടെ പിറവിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ സക്സസ് റേറ്റ് വെറും 35% മാത്രമാണ്. ഈ ഒരു സക്സസ് റേറ്റ് കൂട്ടാനായി AI സഹായത്തോടെ പുതിയൊരു ടെക്നോളജി ഉണ്ടാക്കി. അതിന്റെ പേരാണ് കൺസീവബിൾ ലൈഫ്. ഈ ഒരു ടെക്നോളജി ശരിക്കും എന്താണ് ചെയ്യുന്നതെന്നാൽ ഇപ്പോ AI കുഞ്ഞിനെ പ്രസവിച്ചെന്ന് പറഞ്ഞില്ലേ, ഏകദേശം 40 വയസ്സുള്ള ഒരു ലേഡിയാണ് AI കുഞ്ഞിന് ജന്മം നൽകിയത്. ഇതേ ലേഡി ഈ IVF ലാബിന്റെ സഹായത്തോടെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഇതിനു മുൻപും ശ്രമിച്ചിരുന്നു. പക്ഷെ അതിന്റെ സക്സസ് റേറ്റ് വെറും 35% മാത്രമായതിനാൽ ആ ലേഡിക്ക് അതിന് കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെയാണ് ഇവർ കൺസീവബിൾ ലൈഫ് എന്ന പുതിയൊരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും അതുവഴി കുഞ്ഞിന് ജന്മം നൽകാനാവുമെന്നും ഈ ലേഡിയോട് പറയുന്നത്. ഈ ടെക്നോളജി എന്താണ് ചെയ്യുന്നതെന്നാൽ തൗസൻഡ്സ് ഓഫ് സ്പേമിനെ സ്കാൻ ചെയ്യും. ഇങ്ങനെ സ്കാൻ ചെയ്ത് ഏത് സ്പേമാണ് ഒരു കുഞ്ഞായി ജനിക്കേണ്ടതെന്ന് ആ ടെക്നോളജി തീരുമാനിക്കും. ശരിക്കും ഇതാണ് സംഭവം. ഇങ്ങനെ സ്കാൻ ചെയ്ത് ഇതിൽ ഏത് സ്പേമാണ് ഒരു കുഞ്ഞായി ജനിക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് കമ്പ്യൂട്ടർ സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചു തരും. അതുമാത്രമല്ല, ഇങ്ങനെ കണ്ടുപിടിച്ച് സെലക്ട് ചെയ്ത സ്പേമിനെ ഒരു റോബോട്ടിക് ആം എഗ്ഗിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. മനുഷ്യനെ വെച്ച് ഇഞ്ചക്ട് ചെയ്യാത്തത് എന്താണെന്നാൽ അങ്ങനെ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ കൈ നടുങ്ങി ആ പ്രോസസ് എങ്ങാനും ഫെയിൽ ആയാലോ എന്ന് കരുതിയാണ്. അതുകൊണ്ടാണ് ഇതിൽ റോബോട്ടിക് ആം യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും പ്രോസസ്സാണ് ഈ ഒരു ടെക്നോളജി നമുക്ക് ചെയ്തു തരുന്നത്. ഈ ഒരു പ്രോസസ് സക്സസ് ആയി ആ ലേഡി ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഇതിപ്പോ നമുക്ക് കേൾക്കുമ്പോൾ ഈസിയായി തോന്നുമെങ്കിലും വളരെയധികം ചലഞ്ചിങ് ആയ ഒരു പ്രോസസ്സാണിത്. കുട്ടികളില്ലാത്തവർക്ക് ഇങ്ങനെ AI മുഖേന ഒരു കുഞ്ഞ് ജനിക്കുന്നത് നല്ല കാര്യമാണെങ്കിലും കുറെ പേർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റു ചിലർ ഈ പ്രോസസ്സിനെ എതിർക്കുന്നുമുണ്ട്. അതിന്റെ കാരണമായി അവർ എന്താണ് പറയുന്നതെന്നാൽ ഇനി ഫ്യൂച്ചറിൽ സ്പേം സെലക്ഷൻ മാത്രമല്ല എഗ് സെലക്ഷനും AI തന്നെയായിരിക്കും തീരുമാനിക്കുക. അതായത് ഒരു സ്പേമിന് ഏത് എഗ് ആയിരിക്കും മാച്ച് ആവുന്നതെന്ന് AI ടെക്നോളജി കണ്ടുപിടിച്ചു പറയുമെന്ന്. അത് മാത്രമല്ല, ഭാവിയിൽ തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഇത്രയും നിറം വേണം, ഇത്രയും മുടി വേണം, ഇത്രയും ഭാരം വേണം എന്നിങ്ങനെയെല്ലാം പാരന്റ്സ് നിർബന്ധം പിടിക്കാൻ തുടങ്ങും. ഇതെല്ലാമാണ് അവർ പറയുന്ന കാരണങ്ങൾ. എന്തൊക്കെ തന്നെയാണെങ്കിലും സയൻസും ടെക്നോളജിയും മനുഷ്യരെ മുൻപോട്ട് നയിക്കുക എന്നല്ലാതെ ഒരിക്കലും പിന്നിലേക്ക് പിടിച്ചു വലിക്കില്ല. ഒരു കുഞ്ഞില്ലാത്തതിന്റെ വിഷമം അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവൂ. അങ്ങനെ വിഷമിക്കുന്നവർക്ക് ഈ ഒരു ടെക്നോളജി കൊണ്ട് കുട്ടികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയല്ലേ? നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത്? ഈ ഒരു ടെക്നോളജി മനുഷ്യരാശിക്ക് നല്ലതാണോ അതോ ചീത്തയാണോ?